ഡോക്ടർ ശക്തമായിട്ടുള്ള വേദനയാണ്. മരിക്കാൻ എന്തെങ്കിലും ഒരു മരുന്ന് തരുമോ എന്ന് ചോദിച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം ഒരു രോഗി വന്നുള്ളത്. ഇത് ഒരു ഹെർപ്പിസ് സോസ്റ്റർ എന്ന് പറയുന്ന നമ്മൾ പല നാട്ടിലും പല പേരിൽ അറിയപ്പെടുന്ന ഞരമ്പ് ചൊള്ള, ഞരമ്പ് പൊട്ടി, അതുപോലെ അസ്ഥിവിസർപ്പ് എന്നൊക്കെ അറിയപ്പെടുന്ന വിവിധ പേരിലാണ് ഈ ഹെർപ്പിസ് സോസ്റ്റർ വൈറസിൻ്റെ ഇൻഫെക്ഷൻസ് പല നാടുകളിലും അറിയപ്പെടുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു അസുഖത്തെക്കുറിച്ച് എന്താണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഹെർപ്പിസ് സോസ്റ്റർ വൈറസിനെ കുറിച്ചാണ്. ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം, മെഡിക്കെയർ ഹോമിയോപ്പതിക് സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെൻറ്റർ വാണിയമ്പലം ചീഫ് കൺസൾട്ടൻ്റാണ്. പല ആളുകളും പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ടാവും ഈ ഹെർപ്പിസ് സോസ്റ്ററിൻ്റെ വേദന എന്നുള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു രോഗി നേരത്തെ ക്ലിനിക്കിൽ വന്നിട്ട് പറഞ്ഞതാണ്, ഡോക്ടർ അസഹനീയമായിട്ടുള്ള വേദനയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പെയിൻ കില്ലേഴ്സ് പലതും കഴിച്ചു, പലതും അപ്ലൈ ചെയ്ത് നോക്കി, പല രീതിയിലുള്ള ചികിത്സകളും സ്വീകരിച്ച് നോക്കി, പക്ഷേ ഈ വേദനക്കൊന്നും ശമനം കിട്ടുന്നില്ല. സൂചി കുത്തുന്ന പോലെ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കടുന്നൽ അല്ലെങ്കിൽ തേളൊക്കെ കുത്തി ഇറക്കുന്ന പോലെയുള്ള കടുത്ത വേദനയാണ്. എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് ആ രോഗി എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഹെർപ്പിസ് സോസ്റ്റർ എന്നുള്ള രോഗത്തെക്കുറിച്ചാണ് അവർക്കുണ്ടായ ഒരു അനുഭവം അവർ പറയുന്നത്. അപ്പോൾ ഈ ഒരു രോഗം എന്ന് വെച്ചാൽ സാധാരണ നമുക്ക് ചിക്കൻ പോക്സ് പല ആളുകളിലും വരാറുണ്ട്. ഇപ്പോൾ ചിക്കൻ പോക്സ് ഉണ്ടാക്കുന്ന വൈറസും അതുപോലെ ഈ ഹെർപ്പിസ് സോസ്റ്റർ അഥവാ ഈ അസ്ഥിവിസർപ്പ് അല്ലെങ്കിൽ നമ്മളെ ഈ ഞരമ്പ് പൊട്ടി എന്നൊക്കെ പറയുന്ന ഈ രോഗം ഉണ്ടാക്കുന്ന വൈറസും ഒരേ വൈറസാണ്. ഈ ഹെർപ്പിസ് സോസ്റ്റർ വൈറസാണ് ഈ രണ്ട് രോഗം ഉണ്ടാക്കുന്നത്. സാധാരണ ചിക്കൻ പോക്സ് വന്നതിന് ശേഷം ഈ ചിക്കൻ പോക്സിൻ്റെ വൈറസ് അതിൻ്റെ ഒരു ലേറ്റൻറ്റ് സ്റ്റേജിൽ നമ്മുടെ ശരീരത്തിൽ ഒന്ന് ഉറങ്ങിക്കിടക്കുന്ന രീതിയിൽ ശരിക്കും ക്ലിയറായിട്ട് ചിക്കൻ പോക്സ് വന്ന് പോകാത്ത ആളുകളിൽ, അല്ലെങ്കിൽ ചില ആളുകളിൽ അത് നമ്മുടെ സ്പൈനൽ ഞരമ്പുകളിലൊക്കെ, നമ്മുടെ നട്ടിലിന് ഇരുവശത്തുള്ള ഞരമ്പുകളിലൊക്കെ ജസ്റ്റ് ഒരു ലേറ്റൻ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ഒളിഞ്ഞു കിടക്കും. എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോഴായിരിക്കും ചിലപ്പോൾ വീണ്ടും ഈ ഒരു വൈറസ് റീആക്ടിവേറ്റ് ചെയ്യുക. അങ്ങനെ ലേറ്റൻറ്റ് ഫേസിൽ കിടക്കുന്ന വൈറസിനെ റീആക്ടിവേറ്റ് ചെയ്യാൻ പലപ്പോഴും ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് മെഡിസിൻസ് കഴിക്കുന്ന, അല്ലെങ്കിൽ പ്രതിരോധശേഷി കുറക്കാനുള്ള മരുന്ന് കഴിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള രോഗങ്ങളുള്ള ആളുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രോണിക് ആയിട്ടുള്ള ഡയബറ്റീസ് പോലുള്ള അസുഖങ്ങൾ, അല്ലെങ്കിൽ തൈറോയ്ഡ് പോലുള്ള അസുഖങ്ങൾ, ഇത്തരം അസുഖങ്ങളൊക്കെ ശരീരം വീക്കായി കിടക്കുമ്പോൾ ഇമ്മ്യൂണിറ്റി കുറയുന്ന സാഹചര്യത്തിൽ ഇത്തരം ലേറ്റൻ്റായി കിടക്കുന്ന വൈറസ് റീആക്ടിവേറ്റ് ചെയ്യും. ഈ റീആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഇത് പലപ്പോഴും ചെറിയ ചെറിയ കുമിളകളായിട്ട്. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം ഭയങ്കര പ്രീ ഹെർപ്പറ്റിക് ന്യൂറാൾജിയ എന്ന് പറയും. ഹെർപ്പിസ് പൊങ്ങുന്നതിന് മുമ്പായിട്ട് ശക്തമായിട്ട് പല ഭാഗങ്ങളിലായിട്ട് വേദന, സാധാരണ മുഖത്ത് അല്ലെങ്കിൽ നമ്മുടെ ചെസ്റ്റ് ഭാഗങ്ങളിൽ, വയറിൻ്റെ ഭാഗങ്ങളിൽ ഒക്കെ ഒരു ഭാഗത്ത് മാത്രമാണ് ഇത് സാധാരണ വരിക. നമ്മൾ ഒരു സൈഡിലായിരിക്കും ഈ വൈറസ് കിടക്കുന്നത്, ആ ഭാഗത്തായിരിക്കും ഈ വൈറസിൻ്റെ പ്രശ്നങ്ങൾ റീആക്ടിവേറ്റ് ചെയ്യുമ്പോൾ കുമിളകളായിട്ട് പൊങ്ങി വരുന്നത്. ചെറിയ വെള്ളം നിറഞ്ഞ പോലത്തെ ചെറിയ ചെറിയ കുമിളകൾ, ബ്ലിസ്റ്റേഴ്സായിട്ട് കുറച്ച് കൂടുതലായിട്ട് ഒരു ഭാഗത്തേക്ക് മൊത്തത്തിൽ പൊന്തും. അത് ആദ്യത്തെ ദിവസങ്ങളിൽ ഇത് പൊന്തി കാണാറില്ല. വേദനകളൊക്കെ തുടങ്ങും. പ്രീ ഹെർപ്പറ്റിക് ന്യൂറാൾജിയ എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. ചെറിയ ചെറിയ വേദനകളായിട്ട് സ്റ്റാർട്ട് ചെയ്യും. പിന്നീട് ആ വേദന കടുക്കും. പിന്നീട് ആ വേദന കടുത്തിട്ടാണ് പിന്നെ ചിലപ്പോൾ ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചെറിയ കുമിളകളായിട്ട് പൊന്നുന്നത്. ചില ആളുകൾക്ക് കണ്ണിൻ്റെ ഭാഗത്തൊക്കെ ആയിരിക്കും. അപ്പോൾ കണ്ണിൻ്റെ ഭാഗത്തൊക്കെ നമ്മുടെ ഒഫ്താൽമിക് നെർവ്, നമ്മുടെ കണ്ണിലേക്കുള്ള ഞരമ്പുകളൊക്കെ ഇത് ബാധിക്കാനും ചിലപ്പോൾ ബ്ലൈൻഡ്നെസ്, കണ്ണ് കാഴ്ചക്ക് വരെ പ്രയാസങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഇത്തരം വൈറസ് സാഹചര്യം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയാം. ഇത് ഹെർപ്പിസ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് എത്രയും പെട്ടെന്ന് നേരത്തെ ചികിത്സ ആരംഭിച്ചാൽ തന്നെ അതിൻ്റെ പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൾജിയ എന്ന് പറയും. ഈ ലീഷൻസ് ഇപ്പം സാധാരണ നമ്മൾ ഒരു കുമിളയായിട്ട് പൊന്തി കുറച്ച് ദിവസങ്ങളായിട്ട് ചുവപ്പ് കളറായിട്ടും പിന്നെ വെള്ള കുമിളകളായിട്ട് വരും. പിന്നെ അതിനുശേഷം അത് കുറച്ച് ഡാർക്കൻ ചെയ്യും, കുറച്ച് കറുപ്പും അല്ലെങ്കിൽ ഒരു നല്ല ചുവപ്പായിട്ട്, പിന്നെ അതിനുശേഷം കറുപ്പായിട്ട് ഉണങ്ങിയിട്ട് പറ്റുപോലെയായിട്ട് പോവാറാണ് പതിവ്. പിന്നെ ചില ആളുകളിൽ അത് പോയി കഴിഞ്ഞാലും ആ ഭാഗങ്ങളിലോ അല്ലെങ്കിൽ അതിന് ആ ഭാഗത്ത് സമാനമായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള വേദന ഇത് പോയി കഴിഞ്ഞാൽ മാസങ്ങളും വർഷങ്ങളും വരെ നീണ്ടു നിൽക്കുന്ന രോഗികളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം രോഗാവസ്ഥയിലേക്ക് പോകാതിരിക്കണമെങ്കിൽ നമ്മൾ തുടക്കത്തിൽ തന്നെ കൃത്യമായിട്ടൊരു ചികിത്സ സ്വീകരിക്കുകയാണെങ്കിൽ അധികം പ്രയാസമില്ലാതെ നമുക്കത് മാനേജ് ചെയ്യാൻ കഴിയാറുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്കതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമുക്കത് സിമ്പിളായിട്ട് ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഈ ഹെർപ്പിസ് പൊന്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഭാഗങ്ങളിൽ നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്യുക, അല്ലെങ്കിൽ തണുപ്പ് എന്തെങ്കിലും വെക്കുക ഒക്കെ ചെയ്യുമ്പോൾ ഒരു പരിധിവരെ അതിനൊരു ആശ്വാസം കിട്ടുന്നത് കാണാറുണ്ട്. നന്നായിട്ട് ഡീപ്പായിട്ട് മസാജ് ചെയ്യുക, കുറച്ച് 10 മിനിറ്റ് ഇടവിട്ട് ഇടയ്ക്ക് മസാജ് ചെയ്യുമ്പോൾ ആ ഞരമ്പുകൾക്കുള്ള കഞ്ചഷനും ആ ബുദ്ധിമുട്ടൊക്കെ കുറയുന്നത് കാണാറുണ്ട്. പിന്നീട് നമുക്ക് ഇതിൽ ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഹോമിയോപ്പതിക് മെഡിസിനിൽ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഹോമിയോപ്പതിയിൽ നല്ല മെഡിസിൻസ്, പ്രത്യേകിച്ച് ട്രാനങ്കുലസ് പൾബോസസ്, മെസേറിയം, പല രീതിയിൽ ഈ ഒരു പെയിനെ മാനേജ് ചെയ്യാനും ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യാനും നമുക്ക് മെഡിസിൻസ് നൽകാവുന്നതാണ്. ഇത് നൽകുന്ന രോഗികൾ, ഒട്ടനവധി രോഗികളും തുടക്കത്തിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ അതൊരു പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൾജിയിലേക്ക് പോവാതെ തന്നെ
പെട്ടെന്ന് ഉണങ്ങുന്നത് കാണാറുണ്ട്. ഇനി ആ ഒരു ഹെർപ്പറ്റിക് ന്യൂറാൾജിയ അതിന് ശേഷം വന്ന രോഗികൾക്കും ആ വേദനയ്ക്ക് മാനേജ് ചെയ്യാൻ ഹോമിയോപ്പതി ഔഷധങ്ങൾ വളരെ എഫക്റ്റീവായിട്ട് കാണാറുണ്ട്. പിന്നീട് നമുക്ക് ഭക്ഷണത്തിൽ ഇത്തരം രോഗികൾക്ക് നല്ല വൈറ്റമിൻസിൻ്റെ ഭക്ഷണങ്ങൾ സപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. വൈറ്റമിൻ എ ആയിട്ടുള്ള ലീഫി വെജിറ്റബിൾസ് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ട് കാണാറുണ്ട്. പിന്നീട് വൈറ്റമിൻ സി, നമ്മുടെ ലെമണൈഡ്സ്, അതുപോലെ നമ്മുടെ നാരങ്ങ, മുന്തിരി, ഓറഞ്ച് പോലത്തെ വൈറ്റമിൻ സി ഉള്ള സപ്ലിമെൻറ്റ്സ് അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ ധാരാളം അവർക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ പാലുൽപ്പന്നങ്ങൾ, വൈറ്റമിൻ ഡി ഉള്ള ഭക്ഷണങ്ങൾ, ഇതും പൊതുവെ ഇത്തരം ഇൻഫെക്ഷൻസിനും പൊതുവെ ബോഡിയുടെ ഇമ്മ്യൂൺ റെസ്പോൺസ് ഇമ്പ്രൂവ് ചെയ്യാനും ഇത്തരം ഭക്ഷണങ്ങൾ സഹായിക്കാറുണ്ട്. ലീഫി ഗ്രീനി വെജിറ്റബിൾസ് നന്നായിട്ട് ആഡ് ചെയ്ത് കഴിക്കുക. പിന്നീട് അമിതമായിട്ടുള്ള പൂരിതമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതും പ്രധാനമാണ്. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു പരിധിവരെ അതിൻ്റെ വേദന കൺട്രോൾ ചെയ്യാനും അതിൻ്റെ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നത് നമുക്ക് തടയാനും പറ്റാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഭയങ്കരമായിട്ട് പ്രയാസം ഉണ്ടാക്കുന്ന രോഗമാണ്. പല രോഗികളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രയാസങ്ങൾ നമുക്ക് പറയാറുണ്ട്. മറ്റു കോംപ്ലിക്കേഷൻസ് ഉള്ളതിലുപരി ഇതിൻ്റെ വേദനയാണ് ഏറ്റവും വലിയൊരു കോംപ്ലിക്കേഷൻസ് ആയിട്ട് പറയാറുള്ളത്. അപ്പോൾ ചിക്കൻ ബോക്സ് വന്ന ആളുകളിൽ ആണ് ഇത് കൂടുതൽ കാണുന്നത്. ലേറ്റൻറ്റ് സ്റ്റേജിൽ ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ അതേ വൈറസ് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൻ്റെ പകർച്ച എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഈ ഹെർപ്പിസ് സോസ്റ്റർ ഉണ്ടായ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇത് പകരുക എന്ന് പറഞ്ഞാൽ അയാളിലേക്ക് ചിക്കൻ ബോക്സ് ആയിരിക്കും മിക്കവാറും വരുന്നത്. നേരിട്ട് ഹെർപ്പിസ് സാധാരണ വരാറില്ല. അപ്പോൾ ഒരു ചിക്കൻ ബോക്സ് ഹെർപ്പിസ് വന്ന ആളുകളായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാകുമ്പോൾ അവരുടെ ബ്ലിസ്റ്റർ വഴിയും എയർ ബ്രത്ത് വഴിയൊക്കെ ചിലപ്പം ഈ വൈറസ് മറ്റുള്ളവരിലേക്ക് പകരാം. അപ്പോൾ എപ്പോഴും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും അവരൊരു ഐസൊലേഷനിൽ അല്ലെങ്കിൽ അവരായിട്ടുള്ള കോണ്ടാക്റ്റ് ഇപ്പോൾ നമ്മൾ ചിക്കൻ ബോക്സ് വരുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തായാലും അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നീട് കുളിക്കാവോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട്. കുളിക്കാം, പക്ഷേ നമ്മൾ ബ്ലിസ്റ്റർ പൊട്ടിക്കാതെ കുളിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പരമാവധി ആ ഭാഗങ്ങളിൽ വെള്ളം ആവാതെ ശ്രദ്ധിക്കുന്നതും ഇൻഫെക്ഷൻസ് വരാതിരിക്കാനൊക്കെ നല്ലതാണ്. പിന്നീട് പല ഓയിലുകളും പലതും ആളുകൾ തേക്കുന്നത് കാണാറുണ്ട്. അതൊക്കെ കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കാനേ വഴിവെക്കുള്ളൂ. ആ ഇൻഫെക്ഷൻസ് വരാനും സെക്കൻഡറി ഇൻഫെക്ഷൻസ് വന്നിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വന്നിട്ട് അത് പഴുക്കാനും ഒക്കെ സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും അതിൽ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഈ കാര്യങ്ങളാണ് ഹെർപ്പിസ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പകർച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മറ്റുള്ള ആളുകളിലേക്ക് ഇത് പകരാനുള്ള സാഹചര്യം അത് ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചിക്കൻ ബോക്സ് വരാനൊക്കെ ഉള്ള സാഹചര്യം ഹെർപ്പിസുള്ള ആളുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ വരാം. അപ്പോൾ നമ്മുടെ ബോഡി ഒന്ന് വീക്കായി നിൽക്കുമ്പോൾ ചിക്കൻ ബോക്സ് വന്ന ആളുകളിൽ വീണ്ടും വരുന്നൊരു അസുഖമാണ് ഹെർപ്പിസ് നമ്മൾ മനസ്സിലാക്കുക. ഹെർപ്പിസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാറ്റ് ബോക്സിലോ കമൻറ്റിലോ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിന് വിവിധ പേരുകളിൽ വിവിധ നാടുകളിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പേര് എന്ന് പറയുന്നത് നിങ്ങളുടെ അറിവിലുള്ളത് ഒന്ന് കമൻറ്റിലൊന്ന് കമൻറ്റ് ചെയ്തോളൂ. ഈ വിവരങ്ങൾ ഞാൻ നിങ്ങളുമായി സംസാരിച്ചത് ഡോക്ടർ മുഹമ്മദ് അസ്ലം. നന്ദി, നമസ്കാരം.